എല്ലാ കൂട്ടുകാർക്കും ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി നെയ്ച്ചോറും ബീഫ് കറിയാണ് കേട്ടോ. ബീഫ് കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേയും നെയ്ച്ചോറിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ വെറുതെ കണ്ടുപോയാൽ മാത്രം പോരാ, എനിക്ക് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓളം എന്ന ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ നെയ്ച്ചോറിൻ്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക്, അതായത് ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് എനിക്ക് നെയ്ച്ചോറിൻ്റെ റെസിപ്പി ചെയ്തതിനാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്ത് നോക്കിയിട്ട് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടു നോക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു വലിയ സവാള കട്ട് ചെയ്തതിൻ്റെ പകുതി ഭാഗമാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇത് ഞാൻ നമ്മുടെ നെയ്ച്ചോറിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട്, അതായത് ഇതിട്ട് വഴറ്റിയതിന് ശേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സവാള എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇവിടെ ഒരു 5 വെളുത്തുള്ളിയും ഒരു 2 ചെറിയ പീസ് ഇഞ്ചിയും ഒരു 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് വേണം, നെയ്ച്ചോറാണ്, അപ്പോൾ മസ്റ്റായിട്ട് നമുക്ക് വേണ്ടതാണ് നമ്മുടെ നെയ്ച്ചോറ്. പിന്നെ ഇതൊരു നാരങ്ങ, ഒരു ചെറിയൊരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബസുമതി റൈസ് എടുത്താലും മതി. എന്നാലും കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൈമ റൈസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് ഞാനൊരു 10 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഊറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഓയിൽ എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസ്, ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്, ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 6 ഗ്രാമ്പു, പിന്നെ ഈ ഒരു അളവിൽ പട്ട എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ജാതിപത്രി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതും കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, പഞ്ചസാര ഇതെല്ലാം വേണം കേട്ടോ. അതൊക്കെ വഴിയേ പറയാം. പിന്നെ അതായത് 3 കപ്പ് ബസുമതി കൈമ റൈസിന് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 4.5 കപ്പ് അളവിൽ വെള്ളമാണ്. 1 കപ്പിന് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് കണക്ക്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ അരി നല്ലതുപോലെ അങ്ങ് വെന്ത് കിട്ടണം, അതാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ടൈപ്പിലുള്ള ചോറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഒരു അധികം വെന്ത് പോകാതെ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടണമെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് അതിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലർക്ക് ഇച്ചിരി ചോറ് കുറച്ചും കൂടെ ഒന്ന് വെന്തിരിക്കണം, കുറച്ചുകൂടെ ഒന്ന് കുഴഞ്ഞ മാതിരി ഇരിക്കണം, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് 2 കപ്പ് വീതം വെള്ളം എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇത്രയാണ്, ഈ ഒരു അളവിനാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ ഇവിടെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതും കൂടെ അരച്ചെടുക്കാവേ. അതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ ഇതും കൂടെ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഇത് മാത്രമാണ് ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. പിന്നെ ഇത് കാണിക്കാൻ വിട്ടുപോയി, ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി എടുത്തിട്ടുണ്ട്. ഈ 10 രൂപയുടെ പാക്കറ്റ് മേടിക്കാൻ കിട്ടില്ല, അതിൽ നിന്നാണ് ഞാൻ അതിൽ കിട്ടുന്നതാണ് കേട്ടോ. ഇത്ര അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. അതിന് ശേഷം ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാള ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ, നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമുക്ക് നെയ്ച്ചോറിൻ്റെ പുറമേ ഇടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക രുചിയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. അപ്പോൾ ഇപ്പം നോൻപിൻ്റെ സമയമാണ്. അപ്പോൾ നോൻപ് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത്താഴത്തിനായിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നെയ്ച്ചോറ് ആണ്. ഇനി ഇതൊന്ന് കളർ മാറി വരട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഈ ഒരു അളവിലാണ്
ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയാം, പിന്നെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ പറയുന്നത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും കുക്കിങ്ങിന് നല്ല ഇൻട്രസ്റ്റ് ആണ്. എൻ്റെ മക്കൾ, അതായത് മൂത്ത ആൾ കുക്കിങ്ങിന് ഭയങ്കര താല്പര്യമാണ്. 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഡിഗ്രി എന്താണ് +1 +2 കഴിഞ്ഞതിന് ശേഷം അവന് ഷെഫ് ആകാൻ വേണ്ടി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നല്ലതുപോലെ തന്നെ ഇനി ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക. കണ്ടോ, പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉള്ളി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്നാലും, അതായത് തണുത്ത് കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ സവാളയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. നമ്മുടെ ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. നല്ല മൊരിഞ്ഞ് തന്നെ ഇരിക്കും. അപ്പോൾ ആ ഉള്ളി കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ പിന്നെയും ചെയ്യാൻ തോന്നുകയുള്ളൂ. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ എല്ലാവരും ഒന്ന് വലിയ വലിയ യൂട്യൂബേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളെപ്പോലെയുള്ള കുഞ്ഞു യൂട്യൂബേഴ്സിനെയും കൂടെയൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ കണ്ടോ, നല്ലതുപോലെ കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്ക് പഞ്ചസാരയും കൂടി ഇടുമ്പോഴത്തേക്കും ഒന്നും കൂടെ നല്ല കളറ് കിട്ടും. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. വേറെ ഒന്നുമല്ല, പ്രധാനമായിട്ട് നമ്മുടെ ചോറ്, നമ്മുടെ അരി നമ്മൾ കുതിർത്ത് വയ്ക്കുന്നത് ഓവറായിട്ട് ഒത്തിരി സമയം കൊണ്ട് കുതിർത്ത് വെച്ചേക്കരുത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റ് തന്നെ ധാരാളമാണ്. അതിനുശേഷം നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളിയെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ. അപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം ഞാനിപ്പോൾ 3 കപ്പ് അരിക്ക് 3 കപ്പ് ഞാൻ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഏത് റൈസാണെങ്കിലും 3 കപ്പ് അരിക്ക് 4.5 കപ്പ് അളവ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് വെട്ടി തിളച്ച് വരണം. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം സ്റ്റൗവിൽ നിന്ന്. ഇപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളിയിൽ ഉണ്ടാക്കുന്നതാണ്, നിങ്ങളുടെ കയ്യിൽ ഉരുളി അവൈലബിൾ ആണെങ്കിൽ ഉരുളിയിൽ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരി മാറ്റാം. അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കോരി മാറ്റാവേ. ഓക്കെ, ഇത് നമുക്ക് മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബേ ലീഫ് ഇട്ട് കൊടുക്കാം. പട്ട എടുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഒരു 6 ഗ്രാമ്പുവും ഏലക്ക 4 എണ്ണം അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നേരത്തെ നമ്മൾ
സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഈ സവാള നമുക്ക് ഒത്തിരി മൊരിയിച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് നെയ്യും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ നെയ്യ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ ഫ്ലെയിം ഞാൻ ലോയിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്നില്ല ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആ കൂട്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാതെ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മുടെ അതിൻ്റെ അടുത്തുള്ളൊരു ഓൾ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങൾ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ചെയ്യാനായിട്ട് പിന്നെ ഒരു ഇതുണ്ടാവത്തുള്ളൂ. നല്ലതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ അരി കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ വെള്ളം എല്ലാം തോർന്ന് നല്ല ഇതാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഈ അരി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ നെയ്യിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ അരിയെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ടിട്ടാണ് ഹൈ ഫ്ലെയിമിൽ നമ്മൾ റൈസ് ഫ്രൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നല്ല മണമായി, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നെയ്യിൽ കിടന്നിട്ട് അടിപൊളി ഒരു സ്മെല്ലാണ്. അപ്പം ഞാൻ ബീഫ് കറി ഓൾറെഡി ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് നെയ്ച്ചോറും ബീഫ് കറിയും കൂടെയാണ്. 4-5 മിനിറ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റൈസ് നമ്മൾ ഇങ്ങനെ ഫ്രൈ ആക്കി ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചില്ലേ 4.5 ഗ്ലാസ് വെള്ളം, അത് ഒഴിച്ച് കൊടുക്കാതെ. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കുക. എന്നിട്ട് ഇതൊരു 1.25 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് കേട്ടോ, ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ സവാള വഴറ്റുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് 1.25 ടീസ്പൂൺ അളവിലാണ് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നാരങ്ങാനീര്, ഒരു ചെറിയൊരു നാരങ്ങയുടെ ഇതാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലെയിം ഞാൻ നല്ലതുപോലെ ഇപ്പോൾ കുറച്ച് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇതിനെ ഇപ്പോൾ നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 7 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അരി വേഗത്തില്ല. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു 7 മിനിറ്റ് സമയം. അപ്പോൾ നമുക്ക് സമയമായിട്ടുണ്ട്, നമുക്കൊന്ന് കുക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ, അല്ല 1 ടീസ്പൂൺ അളവിൽ നമുക്ക് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരേ 1 മിനിറ്റ് മതി, അധിക സമയം വേണ്ട, എങ്കിൽ ചോറെല്ലാം കുഴഞ്ഞു പോവേ.
1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിതിനെ ഇനി ഗാർണിഷ് ചെയ്യാം. ഇതേ കണ്ട നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 7-8 മിനിറ്റ് വേകാനായിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ബേ ലീഫൊക്കെ ഒന്ന് മാറ്റാം. അപ്പം നല്ല സ്പൈസിയും കൂടെയാണ് കേട്ടോ ഈ റൈസ്. നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവേ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് എല്ലാം ഒന്ന് അറിയിച്ചേക്കുക. അതുപോലെ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചെയ്യുക, കമൻ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ഗാർണിഷിങ്ങിൻ്റെ പരിപാടി നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്ന ഡീപ്പ് ഫ്രൈ ചെയ്തിരുന്ന സവാളയാണ്. അത് തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അവിടെയായിട്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് കൂടുതൽ ഇഷ്ടമുള്ളവർ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കേ, അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.